ശശി തരൂരിനെതിരെ നിയമ നടപടി കടുപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ. തരൂരിന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണം പിൻവലിച്ച് ശശി തരൂർ മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, തനിക്കെതിരെ നടക്കുന്ന വ്യാജ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നിയമ നടപടി കടുപ്പിക്കാനൊരുങ്ങുന്നത്. പ്രധാനമായും ശശി തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. നേരത്തെ നടത്തിയ പ്രസ്താവനകൾ, വ്യാജ പ്രചാരണം പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞ് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ശശി തരൂർ ആരോപിച്ചത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിക്കുന്നുവെന്നാണ്. ഇത് തെറ്റായ കാരണം, അങ്ങനെയെങ്കിൽ ശശി തരൂർ അത് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് ക്രൈസ്തവ സമൂഹത്തിനും വൈദികർക്കും തന്നെ അവരെ തന്നെ അധിക്ഷേപിക്കുകയും നാണക്കേടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് എന്തായാലും ശശി തരൂർ ഇത് പിൻവലിച്ച് ഇതിൽ മാപ്പ് പറയണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും, ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ പരാതിയിലും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ട്വിറ്റർ പേജ് വഴിയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. എന്താണോ പ്രകടന പത്രികയിൽ അദ്ദേഹം നൽകിയ വിവരങ്ങൾ, അത് വസ്തുതാപരമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ വികസന എന്ന വിഷയത്തിൽ നിന്നും ചർച്ച വഴിതിരിച്ചു വിടുന്നതിനാണ് ഇത്തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ തുടരെ തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു, ചന്തു, ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചതുപോലെ തന്നെ, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള NDA സ്ഥാനാർത്ഥികൾക്കെതിരെ വളരെ വലിയൊരു പടനീക്കം ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പരാജയ ഭീതി തന്നെയല്ലേ ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ NDA സ്ഥാനാർത്ഥികൾക്കെതിരെ അഴിച്ചുവിടുന്നത്? വിഷ്ണു സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം NDAയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രചാരണ പരിപാടികളിൽ അല്ലെങ്കിൽ പ്രചാരണത്തിൽ മറ്റ് ഇരു മുന്നണികൾക്കും ഒത്തിരി മുൻപേ അവരുടെ പ്രചാരണം പോയി കഴിഞ്ഞു. മാത്രമല്ല, ജനസ്വീകാര്യതയൊക്കെ അവരുടെ പ്രചാരണ പരിപാടികളിൽ ഉണ്ടാകുന്നു. ജനങ്ങൾ കൂടുതലായി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ ആകൃഷ്ടരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ NDAക്ക് അത് വോട്ടായി മാറും എന്ന് ഇടത് വലത് മുന്നണികൾ ഭയപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപങ്ങളായി ഒക്കെ വരുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് എതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി V മുരളീധരനെതിരെ കഴിഞ്ഞ ദിവസം അതിക്രമം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രധാനമായും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം NDA സ്ഥാനാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന തരത്തിലേക്കൊക്കെ ഇപ്പോൾ പ്രചാരണ രീതി മാറിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രധാനമായും NDA സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ചന്തുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.